ആലപ്പുഴയിൽ എന്താണ് നടന്നത്? കൈയടിക്കണ്ടേ അതിന്? ഇടതുപക്ഷത്തിന്റെ തട്ടകത്തിൽ കയറി ചെങ്കൊടി പ്രസ്ഥാനത്തെ വിറപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ നടത്തിയത് വെറുമൊരു പ്രസംഗമല്ല, പിണറായി വിജയനും കൂട്ടർക്കും നൽകിയ കൃത്യമായ താക്കീതാണത്. ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് രാഹുൽ തൊടുത്തുവിട്ട ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ CPM നേതൃത്വം പതറുമെന്ന ഉറപ്പല്ലേ? എന്താണ് ആലപ്പുഴയിൽ ശരിക്കും സംഭവിച്ചത്? പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുമുന്നണിയെയും അടിമുടി പ്രതിക്കൂട്ടിലാക്കിയാണ് രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചത്. ഇന്നത്തെ ഇടതുമുന്നണിയെ ഇനി ഇടതുപക്ഷം എന്ന് വിളിക്കാൻ പോലും കഴിയില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. CPM-ൽ ഇപ്പോൾ 2 തരം നേതാക്കളാണുള്ളത്. ഒരു വിഭാഗം ആദർശത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ മറുവിഭാഗം RSSുമായും BJPയുമായും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാൻ തക്കം പാർത്തിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇടതുമുന്നണിയെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ സാധിക്കുക എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ഏറ്റവും വലിയ കൗതുകം അതല്ല. CPM-ന്റെ മുതിർന്ന നേതാവ് G. സുധാകരനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് രാഹുൽ ആ ബോംബ് പൊട്ടിച്ചത്. ഹൃദയത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്ന യഥാർത്ഥ നേതാക്കൾ ഇന്ന് പാർട്ടിയിൽ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. സുധാകരനെ പോലുള്ളവർ തഴയപ്പെടുമ്പോൾ BJPയുമായി രഹസ്യബന്ധം പുലർത്തുന്നവർ പാർട്ടിയിൽ പിടിമുറക്കുന്നു. മോദി സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയപ്പെടുന്നത് എന്തിനാണെന്ന രാഹുലിന്റെ ചോദ്യം കിറുകൃത്യമല്ലേ? ആ ചോദ്യത്തിന് മുന്നിൽ ഇടത് ക്യാമ്പ് നിശബ്ദമാകുമെന്ന് ഉറപ്പാണ്. BJPയുമായി സന്ധി ചെയ്യുന്ന ഇടതുപക്ഷമല്ല, മറിച്ച് നെഞ്ചുറപ്പോടെ പോരാടുന്ന കോൺഗ്രസ് ആണ് രാജ്യത്തിന്റെ കാവൽക്കാരെന്ന് രാഹുൽ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ആലപ്പുഴയിലെ ഈ ജനലക്ഷങ്ങൾ പറയുന്നത് ഒന്നു മാത്രം: മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിക്കഴിഞ്ഞു. ഇതാ കേരളത്തിൽ UDFന്റെ പടയോട്ടത്തിന്റെ തുടക്കമാണ്. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ മുഖ്യമന്ത്രിയെയും ഇടതുമുന്നണിയെയും രാഹുൽ ഗാന്ധി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. നിലവിലെ LDFനെ യഥാർത്ഥ ഇടതുപക്ഷമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം ആണയിട്ട് പറയുന്നത്. ഇടതുനിരയിൽ ഇപ്പോൾ 2 വിഭാഗം നേതാക്കളാണുള്ളതെന്നും BJPയുമായും RSSുമായി രഹസ്യമായി കൈകോർക്കാൻ മടിയില്ലാത്തവരാണ് ഈ ഒരു വിഭാഗമെന്നും, എന്നാൽ ഇടതുപക്ഷ ആശയങ്ങളെ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗം നേതാക്കൾ അവിടെയുണ്ടെന്നും അവർ സ്വന്തം പാർട്ടിയിൽ വഞ്ചിക്കപ്പെടുകയാണെന്നും രാഹുൽ ഗാന്ധി ആവർത്തിച്ച് അഭിപ്രായപ്പെട്ടു. മുതിർന്ന നേതാവ് G. സുധാകരനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് രാഹുൽ ഈ പരാമർശങ്ങളെല്ലാം നടത്തിയത്. നരേന്ദ്രമോദി നിത്യേന ക്ഷേത്ര കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ടെങ്കിലും കേരളത്തിലെത്തുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മൗനം പാലിക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. കേരളത്തിലെ അതിപ്രധാനമായ ഈ ആരാധനാലയത്തിൽ നടന്ന മോഷണത്തിൽ സ്വർണത്തിന് പകരം ചെമ്പ് വെച്ചതായും അദ്ദേഹം ആരോപിച്ചു. പ്രധാനമന്ത്രിക്ക് കേരളത്തിലെത്തിയപ്പോൾ ഈ വിഷയം ഓർമ്മയില്ലാത്തതുപോലെയാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. മുഖ്യമന്ത്രിയെയും LDF സർക്കാരിനെയും സഹായിക്കാനാണ് മോദി ഈ കാര്യത്തിൽ പുലർത്തുന്ന നിശബ്ദതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അങ്ങനെ തോന്നുന്നില്ലേ? അരി ആഹാരം കഴിക്കുന്നവർക്കെല്ലാം അങ്ങനെ തോന്നാം, സ്വാഭാവികം മാത്രമാണ്. മുഖ്യമന്ത്രിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചോ മോദി എന്തെങ്കിലും വിമർശനം ഉന്നയിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അത് എത്ര കൃത്യമാണല്ലേ? നരേന്ദ്രമോദി എല്ലാ ദിവസവും തന്നെയും കോൺഗ്രസിനെയും ലക്ഷ്യം വെച്ച് സംസാരിക്കാറുണ്ട്. അതും നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. അത് മാത്രമല്ല, നിലവിൽ തൻ്റെ പേരിൽ 38 കേസുകളുണ്ടെന്നും ലോക്സഭാ അംഗത്വം റദ്ദാക്കിയതായും ഔദ്യോഗിക വസതി ഒഴിയേണ്ടി വന്നതായും രാഹുൽ ചൂണ്ടിക്കാട്ടി. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ ഒന്നും പറയാത്തത്? ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി ആണയിട്ട് ചോദിക്കുന്നത്. അധികാരത്തിൻ്റെ ഹുങ്കിൽ ജനങ്ങളെ മറക്കുന്ന ഭരണാധികാരികളാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനുമെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. പാർലമെന്റിൽ സ്ത്രീകൾ ശബ്ദമുയർത്തുന്നത് മോദി ഭയപ്പെടുമ്പോൾ കേരളത്തിൽ കരിങ്കൊടി കാണിക്കുന്നവരെ മുഖ്യമന്ത്രി തല്ലി ചതയ്ക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇരുവരും ധാർഷ്ട്യം നിറഞ്ഞവരാണെന്നും ജനങ്ങൾക്ക് മുകളിലാണ് തങ്ങളെന്ന് ഇവർ കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ നെൽ കർഷകരിൽ ഭൂരിഭാഗവും കടക്കണിയിലാണ്. സംസ്ഥാനം ലഹരി മരുന്നിന്റെ തലസ്ഥാനമായി മാറിയെന്നും ക്രൈസ്തവർക്കും
ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നിൽക്കുന്നവരുമായാണ് മുഖ്യമന്ത്രിയുടെ കൂട്ടുകെട്ടെന്നും രാഹുൽ ആരോപിച്ചു. കൂടാതെ എപ്സ്റ്റീൻ ഫയലിലെ വിവരങ്ങളാണ് മോദിക്ക് ഡൊണാൾഡ് ട്രംപിനോടുള്ള ഭയത്തിന് കാരണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. അതേസമയം മുഖ്യമന്ത്രിയെ തള്ളി മുതിർന്ന നേതാവ് ജി സുധാകരനും രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. താൻ പിണറായിയുടെ തണലിലല്ല വളർന്നതെന്നും 15-ാം വയസ്സു മുതൽ സ്വന്തം അധ്വാനം കൊണ്ട് പാർട്ടിയിൽ ഉയർന്നു വന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 63 വർഷത്തെ തന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിക്കാട്ടി അധികാര കേന്ദ്രങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുധാകരൻ നിലപാട് വ്യക്തമാക്കിയത്. പിണറായി വിജയനാണ് തന്നെ രാഷ്ട്രീയമായി വളർത്തിയതെന്ന വാദത്തെ രാഹുൽ ഗാന്ധി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ വെച്ച് തന്നെ കെ സുധാകരൻ ശക്തമായി നിഷേധിച്ചു. 1967 കാലഘട്ടത്തിൽ പിണറായി വിജയനെ തിരുവിതാംകൂർ മേഖലയിൽ ആർക്കും അറിയില്ലായിരുന്നു. അന്ന് അദ്ദേഹം മലബാറിലെ തലശ്ശേരിയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു നേതാവായിരുന്നുവെന്നും സുധാകരൻ പരിഹസിച്ചു. തന്റെ അനുജനും രക്തസാക്ഷിയുമായ ഭുവനേശ്വറിന്റെ കേസ് നടത്താൻ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് 10 പൈസ പോലും ലഭിച്ചിട്ടില്ലെന്നും വീട്ടിലെ ആഞ്ഞിലിമരം വെട്ടി വിറ്റ പണം കൊണ്ടാണ് ആ കേസ് നടത്തിയതെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇന്നത്തെ പല മാർക്സിസ്റ്റുകാരും മാർക്സിനെയോ എംഗൽസിനെയോ വായിക്കാത്തവരാണെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം എ വിജയരാഘവനെ പരാജയരാഘവൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. വിജയരാഘവൻ എവിടെ പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം LDF പരാജയപ്പെടുമെന്നും സുധാകരൻ പരിഹസിച്ചു. മണ്ഡലങ്ങൾ ഒരു പാർട്ടിയുടെയും സ്ഥിരമായ സ്വത്തല്ലെന്നും ആലപ്പുഴയിൽ UDF കൃത്യമായി പ്രവർത്തിച്ചാൽ LDFനെ വെറും 1-2 സീറ്റുകളിലേക്ക് ഒതുക്കാൻ സാധിക്കുമെന്നും ജി സുധാകരൻ പറഞ്ഞു. സുധാകരൻ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ LDFനെതിരെ കടുത്ത വിമർശനവുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു. LDFനെ ഇടതുപക്ഷം എന്ന് വിളിക്കാനാവില്ലെന്നും BJPയുമായും RSSുമായും കൂട്ടുകൂടാൻ മടിയില്ലാത്ത നേതാക്കളാണ് മുന്നണിയിലുള്ളതെന്നുമാണ് രാഹുൽ ആവർത്തിച്ചത്. യഥാർത്ഥ പ്രത്യയശാസ്ത്രമുള്ള നേതാക്കൾ പാർട്ടിയിൽ ചതിക്കപ്പെടുകയാണെന്ന് ജി സുധാകരനെ തന്നെ വേദിയിലിരുത്തിക്കൊണ്ടാണ് രാഹുൽ പറഞ്ഞത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ വിവാദത്തിൽ പ്രധാനമന്ത്രി പുലർത്തുന്ന മൗനത്തെയും അദ്ദേഹം ചോദ്യം ചെയ്യുകയുണ്ടായി. തന്നെയും കോൺഗ്രസിനെയും നിരന്തരം വേട്ടയാടുകയും കേസുകളിൽ കുടുക്കുകയും ചെയ്യുന്ന മോദി എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ ആക്രമിക്കാത്തതെന്നും ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി.